എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. മറ്റേത് ചേട്ടാ, ഇത് വലിയ ശല്യമായല്ലോ. തനിക്ക് വേറെ ഒരു ജോലിയില്ലേ? നമ്മുടെ ഒരു പ്രധാന ജോലി ഇതാണ്. ഓക്കെ സാർ, താങ്ക് യു. ഈ പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ടാസ്ക്. അതെ, അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടുമൊക്കെ ഇടപെട്ടാ കൊള്ളാം. അല്ല, അളിയ നല്ല ഫോമിലായല്ലോ. ഞാൻ എന്ന് പൊട്ടിത്തെറിക്കും എന്നുള്ളത് കൺട്രോൾ ചെയ്യുന്നതാണ് എൻ്റെ ടാസ്ക്. സീരിയസ്ലി. ഓ ശരി. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഇപ്പൊ ഞാൻ എന്തും ചെയ്യും എന്നുള്ളൊരവസ്ഥ. ഞാൻ പൊട്ടിത്തെറിച്ചാൽ എങ്ങനെ എന്ത് എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഹിരോഷിനല്ല, ഹിരോഷിമയാണ്. പുകഞ്ഞുകൊണ്ടിരിക്കുന്ന അഗ്നിപർവ്വതം. ഏത് സമയം പൊട്ടിത്തെറിക്കാം, എന്ത് സംഭവിക്കാം. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. ഏതായാലും ആനിയന്റെ സമയം കൊള്ളാം. ഞാൻ പൊട്ടിത്തെറിച്ചാൽ എങ്ങനെ എന്ത് എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയാം. എന്റെ ബുദ്ധിപരമായ നീക്കം കണ്ടിട്ട് എന്ത് തോന്നുന്നു? പക്ഷെ അത് ഭയങ്കര ഫിറ്റായി പോട്ടെ. ഷായാണല്ലോ ഇത് ഭയങ്കരമായിട്ട് അരച്ച് കലക്കി കുടിച്ച് വന്ന ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയുണ്ട്? അത് അന്നത്തെ ചോരത്തിളപ്പിന്. ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? അരച്ചിലക്കി കുടിച്ചോണ്ടാണ് ഫസ്റ്റ് ബോൾ 6 അടിക്കാൻ പോയി ഇപ്പൊ ഡിഫെൻഡ് ചെയ്യുന്നത്. പറഞ്ഞ വിശ്വസിക്കോ? ഇല്ല, വിശ്വസിക്കില്ലേ? എന്റെ മതി, നിന്റെ ചായ കുടി. അഹങ്കാരി എന്താ നീയൊക്കെ? മീശ വിരിച്ച് ഒന്ന് കളിക്കേണ്ട കളിയല്ല എന്നുള്ളത് ഇതിനകത്ത് വന്നപ്പോ മനസ്സിലായി. അടി തെറ്റിയ ആനയും വീഴും. കൂട്ടിയിട്ടാണോ വീണത്? കാള പറ്റൂ എന്നാ കയറിങ് എടുക്ക് എന്ന് പറഞ്ഞോണ്ട് ഇറങ്ങി തിരിച്ചെന്തിന്? മമ്മൂട്ടി എന്ന അതികായൻ ഇന്ത്യൻ സിനിമയുടെ അഭിനയങ്ങളുടെ തോൽപ്പിക്കാൻ ഇന്ത്യൻ സിനിമയിൽ നിന്ന് ലോക സിനിമയിൽ ഒരു വ്യക്തി കഴിയില്ല. കൊറേ നേരമല്ലേ ഇയാൾ ഇന്ന് കഥകളി കളിക്കുന്നത്? കാര്യം എന്താണെന്ന് വെച്ചാ പറ. ഒരു പുതിയ അണ്ണൻ വന്നിട്ടില്ല, അമേസിംഗ് അണ്ണൻ. അണ്ണനെ ആരാണ്ണൻ? ആറാട്ടണ്ണൻ ഫീൽഡ് ഔട്ട് അയക്കാ പറയണം. ഇപ്പൊ ഞാൻ ഭിക്ഷക്കാരനല്ല സർ. നാളെ നിങ്ങൾ കാരണം ഭിക്ഷക്കാരനായേക്കാവുന്ന സരോജ് കുമാറാണ് ഞാൻ. തോൽപ്പിക്കാൻ ഇന്ത്യൻ സിനിമയിൽ നിന്ന് ലോക സിനിമയിൽ ഒരു വ്യക്തി കഴിയില്ല. വിധി പോലും വിറച്ചുപോയി. ഓ ഗോഡ്, എനിക്ക് കഥാപാത്രത്തെ ഉൾക്കൊള്ളാൻ സമയമായി. ആരും എന്റെ അടുത്തേക്ക് വരരുത്. വാക്കുകളില്ല. റിയലി അമേസിംഗ്, അമേസിംഗ് എന്ന് പറഞ്ഞാൽ അമേസിംഗ്. അന്റെ ചൂത്രമൊന്നും നമ്മളെടുത്ത് വേണ്ട. ഇന്നാട്ടിൽ ചെയ്യാം, പുറത്തൊന്നും ഒരുത്തന്റെ ആവശ്യമില്ല. അതിനിവിടെ ഞാൻ പണ്ടുണ്ട്. മമ്മൂട്ടി ഒരു കഥാപാത്രത്തിന് വേറൊരു കഥാപാത്രത്തിൽ പോകുമ്പോൾ ആ കഥാപാത്രത്തെ ആവാഹിച്ച് അത്ഭുതപ്പെടുത്തുകയാണ്. ഈ കാണുന്ന അല്ലവൻ, ഈ കാണിക്കുന്നതും അല്ലവൻ. പിന്നെ ആരാവൻ? റിയലി റിയലി അമേസിംഗ്, അമേസിംഗ്. ഈ പ്രായത്തിലും എന്നാ ഒരു ഇതാ. അമേസിംഗ് എന്റെ ശബ്ദം കേട്ട് ഞെട്ടിപ്പോയി. പക്കാ പ്ലാൻഡ് ആണല്ലോ. നിങ്ങളുടെ ടാലന്റ് കണ്ട അന്നേ ഞാൻ ഫ്ലാറ്റാ ഫാനായി പോയെന്നേ. ഇതെന്റെ ടയറാ. ഇതെന്റെ ടയറാണ്. നിനക്ക് ഡാൻസ് അറിയോ? ഇല്ല. ആശ്വാസമായി. ഒരു വൈറലാകാൻ വേണ്ടി എന്തൊക്കെ കോപ്രായ കാണിക്കുന്നത്. ശശിയെ എന്നാണ് ഈ പറയുന്നത്? ഒരു വൈറലാകാൻ വേണ്ടി എന്തൊക്കെ കോപ്രായ കാണിക്കുന്നത്. എത്ര അണ്ണന്മാരാണ്? ആറാട്ട് അണ്ണൻ, ജയിലർ അണ്ണൻ, പ്രസംഗ അണ്ണൻ, എല്ലാ അണ്ണന്മാരാണ്. இந்த மரம் பாருங்க, ஸ்ட்ரெயிட் லைனே பார்க்கறது ரொம்ப அழகா இருக்கு. ஸோ இப்படி வந்து இப்படி பாப்பா வந்து நிக்க வச்சுட்டு நீட்டா ஒரு பிக் எடுக்க போறோம். നമുക്ക് ഒരു സിംഗിൾസ് എടുക്കാം. കം ഓൺ, ക്യാമറമാന്റെ ടെക്നിക്ക് തരുന്നത് ഞാൻ കാണിച്ചു തരാം. താനെടുത്തത് നന്നായിട്ടുണ്ടല്ലോ. താങ്ക് യു. ഇപ്പൊ എടുത്ത ഫോട്ടോ കൊണ്ട് ഇത്തവണത്തെ കാർഷിക മേളയിലെ ഫോട്ടോഗ്രാഫികൾ അവാർഡ് ഞാൻ അടിച്ചെടുക്കും. லைட் கொடுத்துட்டு ஸோ இந்த மீன் முள்ளு மாதிரி இருக்கிற இந்த வாழை மட்டையில வந்து நீட்டா நிக்க வச்சுட்டு ஒரு பிக் எடுத்து பார்ப்போம். അവൻ പോയാൽ എത്രത്തോളം പോകും നമുക്ക് നോക്കാം. പോകുമല്ല, അത് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി നീ ബോധം കെടുത്ത് ഇറങ്ങുന്നത്. ഇപ്പൊ എന്താ ചെയ്യാ? വളരെ മാന്യമായ രീതിയിൽ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. താനുമായി ബന്ധമുണ്ടെന്നോ മറ്റോ പറഞ്ഞാൽ എന്റെ ഭാവി അതോടെ അവതാളം. എന്തുവാടോ ഇത്? ഇതെന്തോ ഫോട്ടോയാ? താനക്ക് ഇവിടുത്തെ ഫോട്ടോഗ്രാഫറാ? മതി ഈ സൈസ് പഴഞ്ചൻ ഏർപ്പാടുകൾ. ഇനി ഞാൻ പറയുന്ന പോലെ അങ്ങ് ഷൂട്ട് ചെയ്താൽ മതി. நெக்ஸ்ட் அந்த ப்ளூ கலர் அந்த அட்டை இருக்கு பாத்தீங்களா, அது பாருங்க வெறித்தனமா இருக்கும். വാ കാണിച്ചു തരാം. ഇത് എവിടെ കൊണ്ടേ വെച്ചേക്കണത്? എവിടെ? ഒരു സന്തോഷ വാർത്തയുണ്ട്. ഈ സംവാദത്തിൽ ചേട്ടൻ ജയിച്ചിരിക്കുന്നു. ரோஸ் இந்த கொடையில. ஸோ இதை வந்து பாப்பா அப்படி மேல தூக்கி மேல இருந்து அப்படி ரோஸ்
നീറ്റാ കൊട്ടർ மாதிரி 16നും 26നും ഇടയ്ക്കുള്ള സുന്ദരിമാരുടെ ഫോട്ടോസ് എടുക്കല എന്റെ ഹോബി. ஒரு பிக் எடுத்து பார்க்கலாம் எப்படி இருக்குன்னு தெரியல பட் நம்ம எடுத்தா வெறித்தனமா இருக்கும் பாருங்க. അതൊക്കെ പറയാം, ഒരൊറ്റ കൈ. ഞങ്ങള് വേണമെങ്കിൽ ഒരു 5 പേര് കൂട്ട ആത്മഹത്യ ചെയ്യാൻ മോനെ. അത് ഞാൻ താനൊരു മണ്ടനാന്ന് സർവരും പറഞ്ഞിട്ടും ഞാനത് ചെവിക്കൊണ്ടില്ല. ரொம்ப டாலண்ட் இவன் வந்து ஸ்பெஷலிஸ்ட் பண்றது கேண்டிட் போட்டோகிராஃபர். എന്നിട്ട് എന്താ ഒരു സന്തോഷമില്ലാത്ത? അത് കുഴപ്പമൊന്നുമില്ല, അമ്മാവനത് പുത്തിരിയൊന്നുമല്ല. ഇത് കലാപരല്ലേ? ഇതാണ് ഞങ്ങളുടെ പ്രത്യേകത. നിന്റെ ഒരു കലാപരം ഞാൻ ഫൈൻ അടിച്ചോളാം, പക്ഷേ എനിക്ക് ഇത്ര ടൈമില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? എനിക്ക് 10 മണിക്ക് പഠിക്കാനുണ്ട്. അന്നോടല്ലേ പറഞ്ഞേ അവിടെ വരുന്നേ? ഇത് പിടിച്ചേക്കണ കണക്കുണ്ട്. ആ ലൈസൻസ് ഞാൻ പഠിച്ചുതരാം. എന്തൊക്കെയാ പറയുന്നത്? എനിക്ക് ഭ്രാന്തോ എപ്പോ? ഇതെന്താണ് മൊബൈലിൽ ഇത്ര പേർക്ക് കാണാൻ? ഞാൻ ഗെയിം കളിക്കാ. പൈസ കൂടുതലല്ലേ? ഒരുത്തക്കേട് കാണിച്ചിട്ട് ന്യായം പറഞ്ഞു. നീ പറഞ്ഞാൽ എവിടെയാ ന്യായം? പൈസ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ലൈസൻസ് ഞാൻ എടുത്തുതരാം. എടുത്തുതരും ഞാൻ. ക്ഷോഭം ഒന്നിനും ഒരു പരിഹാരമല്ല. ഇത് ഓവർ പ്രഷർ ആയിരിക്കുന്നു. എനിക്ക് കുറച്ച് ടൈം വേണം. ആസനത്തിൽ 5 ഇറച്ച മതി ഞാൻ ഇങ്ങനെ കിടന്ന് നടക്കുക. അധികം എന്റെ അടുത്ത് കളിക്കണ്ടടാ ഗൂർക്കേ. എല്ലാം കൂടി മറിഞ്ഞിട്ടി കഴിവാണ്ട്. നിന്റെ കരുനാക്കം വെച്ചോണ്ട് ചുമ്മാരുന്നേ. അതന്നെ പിടിച്ചോ. എന്തോ കാര്യമായിട്ട് പറയണുണ്ട്. അങ്ങനെ എന്റെ പൊന്നെ. മുടിയല്ല തലവരെ, മുടിയല്ല തലവരെ. പൊട്ടനാണല്ലേ, മനസ്സിലായി. തല ഇറങ്ങിട്ട് വയ്യേ. അപ്പോ എന്റെ ചോദ്യം ഇതാണ്, ആരാണ് ഞാൻ? സലാമേ സബാൽക്കെ വേനന്ദ ഷുഗർ ഗവാദ് ഇന്ദ ഹറാമേ എന്ന് നീ പറയും, ഞാൻ പറയില്ല. കേരള ജീപ്പില് ഒടുക്കത്തെ പ്രാക്കാണ്. മാപ്പാക്കണം, എഡ്യൂക്കേഷൻ തീരല്ലാത്തോണ്ടാ. കാണാം പൈസ ഇങ്ങനെ കൊള്ളലാപെടുത്തരുത്. നീ പോലീസുകാരന്റെ കണ്ണി പൊടിയിട്ട് രക്ഷയോടല്ലടാ റാസ്കൽ. ഒന്ന് വിളിച്ചോക്കപ്പോ എവിടെയുള്ളതെന്ന്. ഒരു ചെസ് മിസ്റ്റർ കോട്ടപ്പള്ളി, അൺപാർലമെന്ററി ആയിട്ടുള്ള പദങ്ങൾ പ്രയോഗിക്കരുത്. അയാളോട് മര്യാദക്ക് പെരുമാറാൻ പറയണം. ആരോട്? മാധവ വൈദ്യരോട്. പത്രക്കാരോട് പറഞ്ഞിട്ട് എന്തൊരു മോശമാണ്. ക്യാമറ ക്യാമറ ഇപ്പഴാ എൽസിയിൽ വന്നപ്പോഴല്ലേ ഇവന്റെ വീട്ടിൽ കൊണ്ടൊരു ക്യാമറ കൊടുത്തത്. നെഞ്ചത്ത് പിടിക്കുന്ന അവിടെ പിടിച്ചിട്ട് എന്തിന് ക്യാമറ ചെത്തിക്കളയുന്നോ? ചെത്തടാ. എന്റെ മനസ്സ് ഇത്രമാത്രം കല്ലാണെന്ന് ഇന്നാ എനിക്ക് മനസ്സിലായത്. താരൊരു മുൻചുണ്ടിക്കാരനാണല്ലേ? ആര് പറഞ്ഞു? എങ്കിലല്ല, അതൊക്കെ എന്നെ പറ്റി അസൂയാലുക്കള് പറഞ്ഞുണ്ടാക്കുന്നതാണ്. ആ ഒരു തെറ്റ് പറ്റിപ്പോയി, ഇനി ആവർത്തിക്കാതിരുന്നാ മതിയല്ലോ. എല്ലാം അറിയാന്നുള്ള ഒരുത്ത 10 മണിക്ക് കവടിയാർ സ്ക്വയറിന് മുമ്പിലുള്ള പാർക്കിൽ വരുമെന്ന്. പുറത്ത് വണ്ടി റെഡിയാണോ? നടൻ മുകേഷ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ട്. പോലീസിന്റെ സംരക്ഷണയിലാണ് മുകേഷ് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ചേട്ടൻ വിചാരിക്കുന്ന പോലെ കേസ് മഴക്കൊന്നുമല്ല. എന്റെ സംരക്ഷണത്തിന് വേണ്ടി സർക്കാർ അയച്ചു തന്നിരിക്കുന്ന പോലീസുകാരായവർ. അതൊന്നും എന്തായാലും BMW വേഗത്തിൽ നമുക്ക് പോകാൻ കഴിയില്ല. നമ്മളിപ്പോൾ ക്യാമറ സൂം ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. ജീവിക്കാനുള്ള ഓരോ തത്രപ്പാടേ. നല്ല വേഗത്തിലാണ് ഇപ്പോൾ ആ BMW പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ അദ്ദേഹത്തിന്റെ വാഹനം സ്പീഡ് കൂട്ടി സുജയ പറഞ്ഞതുപോലെ തന്നെ ജനങ്ങളിൽ നിന്ന് ഓടി ഒളിക്കുന്നതല്ല ജനപ്രതിനിധി. അതുകൊണ്ട്
വേഗം, അതായത് അനുവദനീയമായ പരിധിക്കപ്പുറം വേഗമൊന്നും ഞങ്ങളുടെ വാർത്താ സംഘം എന്തായാലും എടുക്കില്ല. നിയമം ലംഘിക്കാൻ ഞങ്ങൾ തയ്യാറുമല്ല. റോഡെല്ലാം വളരെ മോശം, അതുകൊണ്ട് സ്പീഡ് ലിമിറ്റ് ചെയ്യേണ്ടി വന്നു. ഒരു 130-140 ആയിട്ട് ലിമിറ്റ് ചെയ്ത്. എന്തായാലും നമ്മൾ അദ്ദേഹത്തെ ചേസ് ചെയ്യുകയോ അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിൽ കൂടെ പിടിച്ചെന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുകയോ ഒന്നുമല്ല. കൊറേ നേരമായിട്ട് ഒരു എൻഡവർ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. ഞാൻ എടുക്കുന്ന എല്ലാ ഷോട്ട് കട്ടും അവനും എടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ജനങ്ങൾക്ക് മുന്നിൽ പറയേണ്ടതുണ്ട് എന്താണ് സംഭവിച്ചതെന്ന്, അല്ലെങ്കിൽ നിരപരാധിയാണെങ്കിൽ അത് ജനങ്ങൾക്ക് മുന്നിൽ കൂടി ബോധിപ്പിക്കേണ്ടതുണ്ട്. വേല മനസ്സിലിരിക്കട്ടെ NSA. ഞാൻ കിട്ടുന്ന അപ്പക്കഷ്ണം കഴിച്ച് അവിടെ എങ്ങനെ കിടന്നോ? ആ മാരാത്ത വളവിൽ വെച്ച് ഞാൻ ഓടിച്ചിട്ട് പിടിച്ചു. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ മുഖം കാണിക്കേണ്ടി വരും. ഇതൊക്കെ മറന്ന് അദ്ദേഹം എങ്ങനെ എത്ര ദിവസം ഇങ്ങനെ കാറിലൂടെ പല വഴിയിലൂടെ ഓടുമെന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ മുന്നിലുള്ളത്. പറയുമ്പോ എനിക്ക് വേദനയുണ്ടടാ. എന്നെ എങ്ങനെ ഓടിക്കരുത്, എനിക്ക് കുളമ്പ് രോഗമുള്ളതാ. നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം വീണ്ടും റൂട്ട് മാറി പിടിച്ചു എന്നുള്ളതാണ്. കാരണം അവിടെ ബേദൂർ നിന്ന് സാധാരണഗതിയിൽ കൊച്ചിയിലേക്ക് വരേണ്ട വഴിയിൽ അദ്ദേഹം കയറിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എങ്ങാട് പോയിന്നറിയില്ല, ഇവിടം വരെ ഞങ്ങളുടെ മുമ്പിലുണ്ടായിരുന്നു. എന്നിട്ട് ഇവിടെ കുഴി പിടിച്ച് താഴോട്ട് പോയി. ഈവനും കൊണ്ട് ഓടുകയില്ലായിരുന്നു. ഈ ഓട്ടോ ഒളിമ്പിക്സിലായിരുന്നു ഇന്ത്യക്ക് ഒരു മെഡൽ ഉറപ്പാ. കോൺസ്റ്റബിൾ തള്ളിക്കോളൂ. റോക്കി അന്ന് ഇന്നും എന്നും എവിടെയും ഒറ്റയ്ക്ക് പോയി ഒറ്റയ്ക്ക് കളിച്ച് ഒറ്റയ്ക്ക് ജയിച്ചു വരാൻ വേണ്ടിട്ട് റോക്കിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. ഓ, അത് ഭയങ്കരം തന്നെ. ഇവന് ബുദ്ധിയുണ്ടെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. നീ ഇവിടെ ഇരുന്ന് സംസാരിക്കടാ. പിന്നെ സിനിമയിലെ റോക്കി ആണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ആക്ഷൻ ക്യാമറ പറയുമ്പോഴത്തേക്ക് ആക്ഷൻ കാണിക്കും. കഷ്ടം. കട്ട് പറയുമ്പോ കട്ടാവും. റിയൽ റോക്കിക്ക് സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ ഒന്നും വേണ്ട. ഓൾവേസ് റോക്കി ഗോയിങ് ഓൺ ആക്ഷൻ. എന്റെ പൊന്നോ, എന്തൊരു ഉഗ്രൻ. രാവിലെ അണ്ണാക്കിലോട്ട് 2 കുടം വെളിച്ചെണ്ണ ഒഴിച്ച് ആ നാക്കിന് ചില്ലറ വ്യായാമം കൊടുക്കുക. അതിന്റെ ഒരു ഫ്ലെക്സിബിലിറ്റി കൊണ്ടാണല്ലോ നീ ജീവിച്ചു പോകുന്നത്. പിന്നെന്ന് വെച്ചാൽ റോക്കി കരഞ്ഞ് മെഴുകി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം കാണുന്നുണ്ട്. അത് ഞാനും കണ്ടതല്ലേ. അതാണ് സഹദേവ തറവാടിത്തെന്ന് പറയുന്നത്. അതിന് കൊടുക്കണം പൈസ. ഞാൻ കരഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ കരഞ്ഞത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 6 വർഷം കാത്തിരുന്ന് എനിക്ക് കിട്ടിയ ഒരു അവസരം എനിക്ക് മിസ്സായി. മൂത്തവർ വാക്കും മുതുനെല്ലിക്കയും ആദ്യവും പിന്നെയും ഒക്കെ മധുരിക്കുന്നുള്ള കാര്യം നീ മനസ്സിലാക്കിയില്ല. അത് ഒരാളിന്റെ ആക്ട് കൊണ്ടോ ഒരാളുടെ ആക്ഷൻ കൊണ്ടോ എന്റെ റിയാക്ഷൻ എവിടെയോ പോയി എനിക്ക് മിസ്സായി. ആള് വളരെ മര്യാദക്കാരനാണെന്ന് കണ്ട അല്ലേ? അതോർത്തിട്ട് ഞാൻ കരഞ്ഞു. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഞാൻ സിജോയെ എന്റെ ഒരു ഫ്രണ്ടായിട്ട് കണ്ടു. നിങ്ങൾ വെറും ദുർബല ഹൃദയനാണെന്ന് എനിക്ക് ആദ്യമേ ബോധ്യമായി. അങ്ങനെ ഒരാളിനെ പുറത്ത് കൈ വെക്കേണ്ടി വന്നതിലുള്ള വിഷമം കൊണ്ടും. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയുള്ള സത്യസന്ധമാരെ കണ്ടുകിട്ടാൻ പാടല്ലേ. എനിക്കിത് കിട്ടണം. ആത്മാർത്ഥതയ്ക്ക് ഇപ്പൊ ഈ നാട്ടിൽ ഇതാണ് പ്രതിഫലം. അവരെ ഓർത്തിട്ടുമാണ് റോക്കി കരഞ്ഞത്, അല്ലാതെ റോക്കി പേടിച്ചിട്ട് കരഞ്ഞതല്ല. ഞങ്ങൾ ക്ഷത്രിയന്മാർക്ക് പറഞ്ഞിട്ടുള്ളതല്ല പേടി. പേടിയില്ലായ്മ വിവരക്കേടാ. പക്ഷേ വിവരമില്ലാത്തവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. ഇടയ്ക്ക് വിളിക്കാറുണ്ട്, പക്ഷെ പുള്ളി ഒരു 20 സെക്കൻഡിൽ സംസാരിക്കാറില്ല കേട്ടോ. ഞാൻ കുറച്ച് തിരക്കാം, അങ്ങോട്ട് വിളിക്കാം. അല്ല, എനിക്ക് അങ്ങനെ പുള്ളിയിൽ റോങ് ആയിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. നല്ല തങ്കപ്പെട്ട മനുഷ്യനാണ് കേട്ടോ. ഞാനതൊക്കെ നിർത്തി. ഈ പുലിവാലൊന്നും പിടിക്കാൻ ഞാനില്ലേ. അതായത് എന്നെ ബുദ്ധിമുട്ടിക്കത്തേ ഇല്ല. ഉപദ്രവിക്കില്ല, സംസാരം കൊണ്ടുള്ള ശല്യേ ഉള്ളൂ. അതായത് എന്നെ ബുദ്ധിമുട്ടിക്കത്തേ ഇല്ല. പക്ഷെ എനിക്കാണെങ്കിൽ ഈയിടെയായിട്ട് ഓർമ്മശക്തി തീരെയില്ല. ഇടയ്ക്ക് ബുദ്ധിമുട്ടിക്കാറുണ്ട്. പ്ലീസ്, ഇനിയുള്ള കാര്യം പറയാലോ. നമ്മൾ എന്തെങ്കിലും പരിപാടിയിലൊക്കെ ഇരിക്കുമ്പോഴാണെങ്കിൽ ഫോൺ എടുക്കാൻ പറ്റാറില്ല. അപ്പൊ ഫോൺ എടുത്തില്ലെങ്കിൽ പുള്ളി പിന്നെയും വിളിക്കും. പുള്ളി ഇടയ്ക്ക് വിളിച്ചിട്ട് ഹലോ അനാർക്കലി വളരെ സുന്ദരിയാണ്. ഇവന്റെ ഈ ഗുഡ് മോർണിംഗിന് ഇപ്പോഴും ഒരു കുറവില്ല അല്ലേ? അതെ, തനിക്കിപ്പോ എന്താ വേണ്ടേ? അനാർക്കലി വളരെ ബോൾഡാണ്. വളരെ ക്യൂട്ടും ബ്യൂട്ടിഫുൾ ഒക്കെയാണ്. ഞാൻ ലല്ലാമണിയുടെ ഒരു വലിയ ഫാനാ. എന്ന് വെച്ചാ ഒരു ചെറിയ ഇക്കുപത്തുണ്ട്. അങ്ങനെയൊന്നുമില്ല. അപ്പൊ ഓക്കെ, പുള്ളി അങ്ങനെ ഫോൺ വയ്ക്കുന്നു. നാളെ വിളിക്കാം. എന്റെ പൊന്നോ വേണ്ട. ചേച്ചിയുടെ സത്യമായിരുന്നു, അപ്പൊ അതുകൊണ്ട് മെഷീൻ കൊണ്ടുവരണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാൻ സത്യം മാത്രമേ പറയാറുള്ളൂ. എല്ലാരും എത്തി. ചർച്ച തുടങ്ങിയിട്ട് നേരം കുറയായി. നിയമം അനുസരിച്ചാണ് ഞാനിപ്പോൾ മുഖം കാണിക്കാത്തത് കേട്ടോ. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? താങ്കൾക്കത് ധൈര്യമുണ്ട് എന്നുള്ള കാര്യം സമ്മതിക്കുന്നു. എനിക്ക് മൈ ടൈം ഈസ് വെരി ഇമ്പോർട്ടന്റ്. എനിക്ക് വേറെ പണിയുണ്ട്. നിങ്ങളും ഈ കാരണവരും കൂടി കുറച്ചു നേരം കല്ല് കളിക്കും. അയ്യോ, പോകല്ലേ, നമുക്ക് ചർച്ച ചെയ്യാം. എന്റെ തീരുമാനത്തിൽ മാറ്റൂല. നോക്കൂ, നിങ്ങളുടെ മുഖം കാണിക്കാത്തതിൽ എന്തോ നിങ്ങൾക്ക് എതിർപ്പുണ്ട് എന്ന് ഞാൻ ഇവിടുന്ന് PCR നിന്ന് മനസ്സിലാക്കുന്നു. നടക്കില്ല എന്ന് ഞാൻ വിട്ടു തുറന്നു പറഞ്ഞു. ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പറയണ്ട, പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് താങ്കൾ പരാതി നൽകി കഴിഞ്ഞിരിക്കുകയാണ്. ലൈംഗികാരോപണമാണ്. അങ്ങനെ ഒട്ടനവധി സാങ്കേതിക ബുദ്ധിമുട്ടുകളുണ്ട്. അതെ,
ഒന്ന് ചോദിച്ചോട്ടെ. അല്ല എനിക്കതിൽ പ്രശ്നമില്ലെങ്കിലോ? അല്ല അത് നിയമവ്യവസ്ഥ ഇത്രയും നാളെ എന്റെ ഇത് എനിക്കതിൽ പ്രശ്നമില്ലെങ്കിലോ? ഇതിപ്പോ ആര് പറയുന്നതാ ഞാൻ കേക്കട്ടെ? പ്ലീസ് ഇനിയുള്ള കാര്യം പറയാലോ, വേറെ ഒരു വഴി ഇല്ലാത്തോണ്ടാ. അല്ല അത് പറഞ്ഞിട്ട് കാര്യമില്ല, കോടതിയിൽ അത് പറയേണ്ടി വരും. ഡീറ്റെയിൽ ആയിട്ട് പറയണം. മാഷ് ദുഃഖിക്കേണ്ടി വരും. ആദ്യം ഞാനങ്ങോട്ട് സഹിച്ചോളാം. നമ്മുടെ നിയമവ്യവസ്ഥ അനുസരിച്ചുകൊണ്ടാണ്. താങ്കൾക്ക് അത് ധൈര്യമുണ്ട് എന്നുള്ള കാര്യം സമ്മതിക്കുന്നു. എനിക്ക് മൈ ടൈം ഈസ് വെരി ഇമ്പോർട്ടന്റ്. കൂടുതൽ സംസാരിക്കാൻ സമയമില്ല. അത്യാവശ്യമായി ഇതുപോലൊരു മീറ്റിംഗിൽ പങ്കെടുക്കാനുള്ളത് കൊണ്ട് ഞാൻ വിടവാങ്ങും. നല്ല ഹാൻഡിലിംഗ്. താങ്ക് യു. നീ ചളമാക്കിയില്ലേ? ഒന്ന് നിങ്ങൾക്ക് മുഖം കാണിച്ചു തന്നെ പറയണമെന്നാണോ? അല്ല, ഞാൻ പറയുന്നു കേക്ക്. തിരക്ക് വേണ്ട, നിങ്ങൾ സമയമെടുത്ത് ആലോചിച്ചിട്ട് മതി. മുഖം കാണിച്ചു തന്നെ പറയണമെന്ന് അതൊരു ധൈര്യമാണ്, സമ്മതിക്കുന്നു. പക്ഷേ ഇപ്പൊ നീ കാണിച്ചതാണ് ചങ്കൂറ്റം. ഞാൻ അതിനെപ്പറ്റി സീരിയസ് ആയിട്ട് ആലോചിച്ചോണ്ടിരിക്കുക. അതിന്റെ നിയമസാധുത പരിശോധിക്കേണ്ടി വരും. എന്തായാലും അവർ സംസാരിക്കാതെ ഇറങ്ങിപ്പോയിരിക്കും. എക്സ്ക്യൂസ് മീ, അങ്ങനെ രണ്ടും കൽപ്പിച്ചൊരു തീരുമാനമെടുക്കാൻ വരട്ടെ. എല്ലാം ശരിയാക്കാം. ഇതൊക്കെ ഞാൻ പറഞ്ഞു തീർത്തോളാം. ഇന്നിവിടെ നടക്കാൻ പോകുന്ന ലക്ഷ്മണവധം ബാലെ കാണുവാൻ കുട്ടിയെ ഞാൻ ആർത്തവുമായി ക്ഷണിച്ചുകൊള്ളുന്നു. എനിക്ക് ഇതിലൊന്നും താല്പര്യമില്ല. അതുകൊണ്ട് അല്ലെ, അതിനെപ്പറ്റി എനിക്ക് ഒന്നും അറിഞ്ഞൂടാ, അതറിയാതൊന്നുമില്ല. എന്താ നിന്നെ മംഗലം നോക്കി ഒന്ന് തന്നാലുണ്ടല്ലോ. അതേ ഞെളിയാതെ നടുപടി. അവൻ എന്റെ സ്വഭാവം ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. മിക്കവാറും ഇങ്ങനെ പോയാൽ അവന്റെ കയ്യിൽ നിന്ന് ഞാൻ മേടിക്കും. എന്റെ സംഗതി എല്ലാം പുറത്തൊന്നു നോക്ക് ചന്ദ്ര. അതെന്റെ വ്യായാമത്തിന്റെ ഗുണമാണ്, എക്സസൈസ്. മതി, ഓറാകുന്നു. സ്റ്റണ്ട് ചെയ്ത് മനുഷ്യന്റെ നടുവൊടിഞ്ഞത് മിച്ചം. കോപ്പ് അമ്മച്ചിന്ന് പറയുന്നു പാപ്പ. വല്ല അന്ത്യാഭിലാഷം വല്ല ഒന്നുകൂടി. ഞാൻ പോറേ. ആനാ പാപ്പോ വീണ്ടും വീണ്ടും പാപ്പോ.